കോഴിക്കോട് പൂളാടിക്കുന്നിൽ സ്കൂളിന് തൊട്ടടുത്ത് അപകട ഭീഷണിയായി ജലസംഭരണി. ബലക്ഷയം മൂലം അപകട ഭീഷണിയിലായ ജലസംഭരണി പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഇഴയുകയാണ്. കാരന്നൂർ LP സ്കൂളിന് തൊട്ടടുത്തായുള്ള ജലസംഭരണി കോൺക്രീറ്റുകൾ അടർന്നും കമ്പികൾ തുരുമ്പിച്ചുമാണ് നിൽക്കുന്നത്. വർഷം മുൻപാണ് ഈ ജലസംഭരണി നിർമ്മിച്ചത്. 15 മീറ്റർ ഉയരമുള്ള ജലസംഭരണി 5 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ്. ഇതിനു തൊട്ടടുത്താണ് കാരന്നൂർ LP സ്കൂൾ. ബലക്ഷയമുള്ളതിനാൽ ഇതിലേക്ക് സ്ഥിരമായി വെള്ളം പമ്പ് ചെയ്യുന്നില്ലെങ്കിലും കോൺക്രീറ്റ് അടർന്നതും കമ്പികൾ തുരുമ്പെടുത്തതും ഭീഷണിയാണ്. ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ജലസംഭരണിയുടെ ബലക്ഷയം കണ്ടെത്തിയതുമാണ്. എന്നാൽ ഇത് പൊളിച്ചു നീക്കണമെന്ന പരാതി ഇപ്പോഴും പരിഹരിച്ചില്ല. ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഒരനക്കോ ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്കൂളും ചുറ്റുപാട് വീടുകളും ഒക്കെ ഉണ്ടായിട്ട് അതൊക്കെ വലിയൊരു അപകട സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. ജനങ്ങളും വീട്ടുകാരും പേടിച്ചിരിക്കുക. പരാതി നൽകിയിട്ട് 2 വർഷമാകാറായെന്നും നാട്ടുകാർ പറയുന്നു. ജില്ലാ കളക്ടർക്കും കോർപ്പറേഷനും ഒക്കെ വാട്ടർ അതോറിറ്റിയിലും ഒക്കെ ഞങ്ങൾ പരാതി കൊടുത്താണ്. സ്കൂളിൻ്റെ ജില്ലയിൽ തന്നെ ഒന്നുകിൽ സർക്കാർ ഈ സ്കൂൾ ഏറ്റെടുത്തും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഈ വാട്ടർ ടാങ്ക് അടിയന്തരമായിട്ട് പൊളിച്ചു നീക്കാനുള്ളൊരു സംവിധാനം. തൊട്ടടുത്ത ജലസംഭരണിക്ക് അറ്റകുറ്റപ്പണികൾ വരുമ്പോൾ ഇതിലേക്ക് വെള്ളം നിറയ്ക്കാറുണ്ട്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ സംഭരണി നിർമ്മിക്കാൻ പണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും പൊളിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായില്ല. ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് 1.5 വർഷം മുമ്പ് നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയതാണ്. ടാങ്കിന് ബലക്ഷയമുണ്ടെന്നും അപകട ഭീഷണിയാണെന്നും അധികൃതർ നേരിട്ട് ബോധ്യപ്പെട്ടതുമാണ്. പക്ഷേ ഇതുവരെ ഒരു നടപടിയുമായില്ല. ഈ ടാങ്കിന് 10 മീറ്റർ അപ്പുറം ഒരു സ്കൂൾ ഉണ്ടെന്ന കാര്യം ആരും മറക്കാൻ പാടില്ലാത്തതാണ്. അബിത്തിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 കോഴിക്കോട്.